വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മുടെ സജീവമായ വാർത്താ പ്രഭാതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ആദ്യം ഇന്നത്തെ ദിവസം നമ്മളെ തേടിയെത്തിയത്. ആലപ്പുഴയിൽ കോളറ ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു എന്നുള്ളത്. വിശദമായി അതുൾപ്പെടെയുള്ള മറ്റ് വാർത്തകളെല്ലാം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് വീണ്ടും കോളറ ബാധിച്ച് മരണം. തിരുവല്ലയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തലവടി സ്വദേശി രഘു മരിച്ചു. 2 മാസത്തിനിടയിൽ കോളറ ബാധിച്ച് മരിക്കുന്ന രണ്ടാമത്തെ ആൾ. ജൂനിയർ അഭിഭാഷകയെ കരണത്തടിച്ച അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ വിശദമായി ചോദ്യം ചെയ്യും. അറസ്റ്റ് ഇന്നലെ രാത്രി തുമ്പയിലൂടെ കാറിൽ പോകുമ്പോൾ പറയാനുള്ളത് കോടതിയിൽ പറയുമെന്ന് അറസ്റ്റിലായപ്പോഴത്തെ പ്രതികരണം. കോടതിയുടെ പരിധിയിലുള്ള ഒരു കാര്യമല്ലേ, കോടതി തീരുമാനിക്കട്ടല്ല. ഞാനെല്ലാം കോടതിയോട് പറയാം. പാകിസ്ഥാനെ തുണച്ച തുർക്കിക്കും അസർബൈജാനും പൊള്ളും. ഇന്ത്യ നിലപാട് കടുപ്പിക്കുന്നു. രാഷ്ട്രപതി ഭവനിൽ തുർക്കി സ്ഥാനപതി പങ്കെടുക്കേണ്ട ലെറ്റർ ഓഫ് ക്രെഡൻസ് ചടങ്ങ് മാറ്റിവെച്ചു. തുർക്കിയിലെയും അസർബൈജാനിലെയും ടൂറിസം മേഖലയിലും തകർച്ച. തോക്കെടുത്ത് തോറ്റ പാകിസ്ഥാൻ ഒടുവിൽ വഴങ്ങുന്നു. സമാധാന ചർച്ചകൾക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഞായറാഴ്ച വീണ്ടും DGMOമാർ പങ്കെടുക്കുന്ന സൈനികതല ചർച്ച. ജമ്മുകശ്മീരിൽ അതീവ സുരക്ഷ തുടരുന്നു. കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷാ രാജിവെക്കില്ല. രാജി ആവശ്യപ്പെടേണ്ടെന്ന് പാർട്ടി തീരുമാനം. കോടതി തീരുമാനം അനുസരിക്കും. വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെതിരായ ജാതീയ പരാമർശത്തിൽ SP നേതാവ് രാം ഗോപാൽ യാദവും കുരുക്കിൽ. മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ പിടികൂടാനുള്ള ദൌത്യം തുടങ്ങി. ഡോക്ടർ അരുൺ സക്രിയയും സംഘവും സജ്ജം. കുങ്കിയാനകളും കാളികാവിൽ. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വനം വകുപ്പ്. തിരുത്തിയാലും സുധാകരന്റെ പ്രസ്താവന പാർട്ടിയെ വെട്ടിലാക്കുമോ? തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്നത് കാലാകാലമായുള്ള UDF ആരോപണം. പ്രസ്താവന ആയുധമാക്കാൻ കോൺഗ്രസ്. ഇന്ന് CPM സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്യും. കേസെടുക്കുന്ന കാര്യത്തിൽ നിയമോപദേശം ഇന്ന് ലഭിക്കും. വിശദമായി നോക്കാം ഓരോ വാർത്തകളും. ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിച്ച യുവാവ് മരിച്ചു. തലവടി സ്വദേശി PG രഘു ആണ് മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു മരണം. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, തിരുവനന്തപുരത്തിന് പിന്നാലെ ആലപ്പുഴയിൽ കോളറ ബാധിച്ച ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം. 2 മാസത്തിനിടയിൽ രണ്ടാമത്തെ മരണം, ക്ഷമിക്കണം, 1 മാസത്തിനിടയിലെ രണ്ടാമത്തെ മരണം എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ്. അതെ, തീർച്ചയായും. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് PG രഘുവിനെ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം രക്തപരിശോധനയിലാണ് ഈ കോളറ ബാധിച്ചതായിട്ടുള്ള സ്ഥിരീകരണത്തിലേക്ക് ആശുപത്രി അധികൃതർ എത്തുന്നത്. തുടർന്ന് നില വഷളായതിനെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30 മരണം സംഭവിക്കുന്നത്. എന്തായാലും നിലവിൽ ആ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇതിനുശേഷം തലവടി പഞ്ചായത്തിൽ വലിയ രീതിയിലുള്ള ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒപ്പം തന്നെ പ്രദേശത്ത് ഇപ്പോൾ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നിരവധി പേർക്കെതിരെ, അതായത് 16 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രഘുവിന്റെ ബന്ധുക്കൾ, ഒപ്പം തന്നെ രഘുവുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയ ആളുകൾ തുടങ്ങി 16 പേരെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിൽ വെച്ചിരിക്കുക എന്നുള്ള വിവരമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ രഘുവിന്റെ രോഗ ഉറവിടം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക ഉയർത്തുന്നത്. കാരണം എവിടെ നിന്നാണ് രഘുവിന് ഈ രോഗബാധ പിടിപെട്ടത് എന്നടക്കമുള്ള ആശങ്കകൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പുറത്ത് ഈ അനൗൺസ്മെന്റുകളൊക്കെ ഇനി രോഗബാധ വരാതിരിക്കാൻ, ഒപ്പം തന്നെ അതിൽ ശ്രദ്ധ പുലർത്തുന്നതിന് വേണ്ടി ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന അനൗൺസ്മെന്റുകളൊക്കെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മാസം ഏപ്രിലായിരുന്നു ഇത്തരത്തിൽ
തിരുവനന്തപുരത്ത് 63-കാരൻ കവടിയാറിൽ ഈ കോളറ ബാധിച്ച് മരിക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു. അതിനുശേഷമാണ് ഒരു മാസത്തിനിടയിൽ തന്നെ രണ്ടാമത്തെ മരണം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ 4 പേരാണ് ഈ കോളറ ബാധിച്ച് സംസ്ഥാനത്ത് മരണപ്പെട്ടിരിക്കുന്നതായാലും നിലവിൽ ആശുപത്രിയിലെ മോർച്ചറിയിലുള്ള മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മണിയോടുകൂടി ഈ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും. അതായത് അദ്ദേഹത്തിന്റെ തലവടി എന്ന സ്വദേശത്തേക്ക് കൊണ്ടുവരും. തുടർന്ന് പൊതുദർശനമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നു. വൈകിട്ട് 3:30 വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആര്യ, മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറെ ആശങ്കാജനകമായ സാഹചര്യം. അതുകൊണ്ട് ആ പ്രദേശത്തൊന്നാകെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടന്നു വരികയാണ്. ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അല്ലേ? അതെ, സ്വാഭാവികമായും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. കാരണം നേരത്തെ തന്നെ ഈ രഘുവിന് ഇത്തരത്തിൽ രോഗബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന മുമ്പ് തന്നെ അവിടുത്തെ ഈ തലവടിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത്. തുടർന്ന് ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് തിരുവല്ലയിലേക്ക് മാറ്റുന്നത്. അവിടെ എത്തി രക്തപരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കോളറ ബാധമാണെന്നുള്ള ബാധ ഏറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമാകും. തുടർന്ന് തന്നെ തലവടി പഞ്ചായത്ത് അധികൃതരുടെയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെയും വലിയ നിരീക്ഷണം ആരംഭിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ നിരവധി ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു. ഒപ്പം ഈ രഘുവുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയിട്ടുള്ള ആളുകൾ, അതായത് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ നിരീക്ഷണത്തിലാക്കാൻ അല്ലെങ്കിൽ അവരെ ഒരു സർവൈലൻസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആദ്യം തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇവർക്കൊക്കെ മുൻകരുതലിന്റെ ഭാഗമായി കുറച്ചധികം നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ തലവടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ആ പഞ്ചായത്ത് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഈ അനൗൺസ്മെന്റുകളൊക്കെ നടത്തിക്കൊണ്ട് ഈ ജനങ്ങൾക്ക് ജാഗ്രത പാലിക്കണം, ഇനി രോഗബാധ ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യം അത് ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ വളരെ ആശങ്കയുയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ രോഗബാധ എങ്ങനെയാണ് ഈ യുവാവിന് ബാധിച്ചതെന്നുള്ള കാര്യമാണ് ആശങ്കയുയർത്തുന്നത്. എവിടെ നിന്നാണ് രോഗബാധ ഉണ്ടായത് എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വരാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അത് എത്രത്തോളം കണ്ടെത്താനാകുമെന്നുള്ളൊരു ആശങ്ക ആരോഗ്യവകുപ്പിന് തന്നെയുണ്ട്. എന്തായാലും നിലവിൽ ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ട്. 16 പേരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലുള്ളത്. ഈ 16 പേരിൽ ഇതുവരെയും അവർക്ക് ഒരു തരത്തിലും ഉള്ള രോഗബാധ അല്ലെങ്കിൽ ഈ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായി അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇത്തരത്തിൽ രോഗം ബാധിച്ചിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു കാര്യത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനകൾക്ക് ഇവരെ വിധേയമാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം രക്തസാമ്പിളുകൾ പരിശോധിച്ചതിന് ശേഷമായിരുന്നു രഘുവിന് രോഗബാധ സ്ഥിരീകരിക്കാനായത്. അതിനുശേഷം ആണ് ആരോഗ്യനില വഷളായ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 16 പേരിൽ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ട് എങ്കിൽ, ചെറിയ പനി വന്നാൽ പോലും തന്നെ അവരെ ഉടൻ തന്നെ നിരീക്ഷണത്തിലാക്കുക, ആശുപത്രിയിലേക്ക് മാറ്റുക. ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി രക്ത സാമ്പിളുകൾ പരിശോധിക്കുക അടക്കമുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുകയും ചെയ്യും. സ്വാഭാവികമായി അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ തലവടി പഞ്ചായത്തിൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് 3:30 വീട്ടുവളപ്പിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആര്യ, ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിച്ച യുവാവ് മരിച്ചു. തലവടി സ്വദേശി PG രഘു ആണ് മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഒരു മാസത്തിനിടയിലെ സംസ്ഥാനത്ത് കോളറ ബാധിച്ചുള്ള രണ്ടാമത്തെ മരണം എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. പക്ഷേ എന്നാൽ പോലും 16 പേരാണ് ഇദ്ദേഹത്തിന്റെ ഈ ജാഗ്രതാ പട്ടികയിൽ ഉണ്ടായിരുന്നത്, സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ഇതുവരെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ രോഗലക്ഷണങ്ങളോ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വളരെ ശ്രമകരമായിട്ടുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ രോഗ ഉറവിടം കണ്ടെത്തണം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. ജില്ലയിലെ ജലസ്രോതസ്സുകളൊക്കെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. ഒടുവിൽ വഴങ്ങുന്ന പാകിസ്ഥാൻ.
ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞതിന് പിന്നാലെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷവും ഇന്ത്യ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഭീകരവാദത്തെ കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഇന്ത്യ പാക് DGMO ചർച്ച ഞായറാഴ്ച നടക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇഷ്ഹാഖ് ധർ അറിയിച്ചു. അതിനിടെ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്കെതിരെ ഇന്ത്യ നിലപാട് ശക്തമാക്കുകയാണ്. രാഷ്ട്രപതി ഭവനിൽ നടക്കേണ്ടിയിരുന്ന ലെറ്റർ ഓഫ് ക്രെഡൻസ് മാറ്റിവെച്ചു. ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ER, വെരി ഗുഡ് മോർണിംഗ്. ഒടുവിൽ മുട്ടുമടക്കി അതിനും അപ്പുറം താഴേണ്ട ഗതികേടിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമാധാന ചർച്ച ആകാം, അതിന് തയ്യാറാണ്, ഇന്ത്യ കൂടി തയ്യാറാകണമെന്നുള്ള ആവശ്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഭീകരവാദത്തെ അടിവേരോടെ ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. ഏത് തരത്തിലായിരിക്കും അപ്പോൾ പാകിസ്ഥാന്റെ ഈ സമാധാന ചർച്ച എന്ന ആവശ്യത്തോട് ഇന്ത്യ പ്രതികരിക്കുക? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും പാക് പ്രധാനമന്ത്രി ഒരു വാർത്താ ഏജൻസിയോടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്, സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും നേരത്തെ റദ്ദാക്കിയ നടപടികൾ, പ്രത്യേകിച്ച് സിന്ധു നദീജല കരാർ തുടങ്ങി പല വിഷയങ്ങളിലും ഇന്ത്യ ശക്തമായ നിലപാട് കൈക്കൊണ്ടിരുന്നു. അതൊന്നും തന്നെ മരവിപ്പിക്കാനോ അല്ലെങ്കിൽ വീണ്ടും പുനരാലോചിക്കാനോ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഈ ഘട്ടത്തിൽ വേണം പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം വായിച്ചെടുക്കാൻ. ഏതായാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെയും വിദേശകാര്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറുള്ളത്. പ്രത്യേകിച്ച് സിന്ധു നദീജല കരാറടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് പാകിസ്ഥാനാണ് ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്നത്. ഇതിനോടകം തന്നെ ഭീകരരുടെ പട്ടിക, ഇന്ത്യക്ക് കൈമാറേണ്ട പട്ടിക പാകിസ്ഥാന്റെ കൈവശമുണ്ട് തുടങ്ങിയ കാര്യങ്ങളും വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ത്യ ഈ ഘട്ടത്തിൽ നിലപാട് മാറ്റാനുള്ള സാധ്യതയില്ല. ഏതായാലും ഭീകരവാദം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണം. അതാണ് ആദ്യം മുതൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കഴിഞ്ഞ ദിവസം, അതായത് രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ 2 വിഷയങ്ങളിൽ മാത്രമായിരിക്കും ചർച്ചയെന്ന് വ്യക്തമാക്കിയതാണ്. ഒന്ന് പാക് അധിനിവേശ കശ്മീരിന്റെ കാര്യത്തിലാണ്, മറ്റൊന്ന് ഭീകരവാദത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സമാന നിലപാട് തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഏതായാലും പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നതിൽ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. കാരണം ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് സിന്ധു നദീജല കരാറിലടക്കം തന്നെ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് പാകിസ്ഥാനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്, സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. മാത്രവുമല്ല, ആദ്യഘട്ടത്തിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് ഇന്ത്യ സ്വീകരിച്ചത് നയതന്ത്ര തലത്തിലുള്ള നീക്കമാണ്. വിസ റദ്ദാക്കി, ഒപ്പം തന്നെ അതിർത്തി അടയ്ക്കുന്നു, പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി റദ്ദാക്കുന്നു. അങ്ങനെ കടുത്ത നടപടികൾ ഇന്ത്യ സ്വീകരിക്കുന്നു. ഈ പശ്ചാത്തലമായിരിക്കണം തീർച്ചയായും ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രതികരിച്ചുകൊണ്ട് ഷഹബാസ് ഷെരീഫ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിനിടയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം DGMO തലത്തിൽ നടന്ന ചർച്ചയാണ്. അതായത് 18-ാം തീയതി ഞായറാഴ്ച വീണ്ടും DGMO തലത്തിൽ ചർച്ച നടക്കുമെന്ന് പ്രതികരണം ഇപ്പോൾ പാക് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ഇന്നലെ DGMO തലത്തിൽ ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കി, അതായത് അതിർത്തിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം, നടപടികൾ തുടരാൻ 2 DGMOമാരും നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നു. പക്ഷേ 18-ാം തീയതി ചർച്ച നടക്കുമെന്ന് ഇതുവരെ ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല. പക്ഷേ പാകിസ്ഥാൻ അത്തരമൊരു ചർച്ച ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് 4ാമത്തെ ചർച്ചയാണ്. കാരണം 10-ാം തീയതി നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. അതിനുശേഷം 12-ാം തീയതിയും ഇന്നലെയും ചർച്ച നടന്നു. 18-ാം തീയതി ചർച്ച നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അതിർത്തിയിൽ കൂടുതൽ ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അത് ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആര്യ, ഒരു കാര്യം കൂടിയുണ്ട്. അതിനിടെ ഈ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയും അസർബൈജാനും ഒക്കെ ഇന്ത്യയുടെ തിരിച്ചടിയുടെ ചൂടറിയുന്നു എന്ന സാഹചര്യം കൂടിയില്ലേ? തുർക്കിയുമായുള്ള എല്ലാ ട്രേഡിംഗും അവസാനിപ്പിക്കുന്നു എന്ന ഇന്ത്യ നിലപാട് വ്യക്തമാക്കുന്നു. അത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു. മാത്രവുമല്ല, അസർബൈജാനും തുർക്കിയും ഒക്കെ ഇന്ത്യയിൽ നിന്നടക്കം ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു മേഖല കൂടിയായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ അവരുടെ യാത്രകളെല്ലാം റദ്ദ് ചെയ്ത സാഹചര്യം കൂടി അത് വളരെ പ്രതികൂലമായി തുർക്കിയെ ബാധിച്ചിട്ടില്ലേ? ടൂറിസം മേഖലയൊക്കെ തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടില്ലേ?
അത് തുർക്കിക്കെതിരെ കടുത്ത നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. കാരണം തുർക്കിയാണ് പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചു വന്ന ഒരു രാജ്യം. മാത്രവുമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെ കറാച്ചി തുറമുഖത്ത് തുർക്കിയുടെ കപ്പൽ വന്നിരുന്നു. അന്ന് തുർക്കി അതിന് നൽകിയ വിശദീകരണം അത് കാര്യമാക്കി എടുക്കേണ്ടതില്ല, ഒരു സാധാരണ നടപടി എന്ന തരത്തിലുള്ള പ്രതികരണമാണ് തുർക്കിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച ഡ്രോണുകൾ പലതും തുർക്കി നിർമ്മിതമായിരുന്നു. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ നിലപാട് അക്കാര്യത്തിൽ വ്യക്തമായിരുന്നു. അതിനുശേഷം പലതരത്തിലുള്ള നടപടികൾ തുർക്കിക്കെതിരെ കൈക്കൊണ്ടു. പ്രത്യേകിച്ച് തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി, അതായത് വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ് ജലബി, അവരുടെ സർവീസിന് വിലക്ക് ഏർപ്പെടുത്തി. പ്രത്യേകിച്ച് രാജ്യത്തെ ഏതാണ്ട് 9 വിമാനത്താവളങ്ങളിൽ അവരുടെ സർവീസ് ഉണ്ട്. അതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇന്നലെയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അത്തരമൊരു നടപടിയുമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തു നിന്നാണ്. സാധാരണഗതിയിൽ അംബാസഡർമാർ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിൽ അതിൻ്റെ ഔദ്യോഗിക രേഖ എന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രപതി ഭവന്റെ അനുമതി ആവശ്യമാണ്. അതായത് അംബാസഡറോ ഹൈക്കമ്മീഷണറോ ആയി നയതന്ത്ര ഉദ്യോഗസ്ഥനെ നിയമിക്കണമെങ്കിൽ അതിന് ഔപചാരിക രേഖയാണ് ലെറ്റർ ഓഫ് ക്രെഡൻസ്. അത്തരത്തിൽ ഇന്നലെയാണ് ആ ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ ചടങ്ങ് ഇപ്പോൾ ഔദ്യോഗികമായി മാറ്റിവെച്ചിരിക്കുകയാണ്. മാറ്റിവെച്ചെന്ന അറിയിപ്പാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത്. അത് എന്നാണ് ഇനി ചടങ്ങ് നടക്കുക എന്ന് അറിയിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ അനന്തമായി നീട്ടിവെച്ചിരിക്കണം. അങ്ങനെ തുർക്കിയുമായി ഉള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അല്ലെങ്കിൽ തുർക്കിക്കെതിരെ കടുത്ത നിലപാട് ഇന്ത്യ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുകയാണ്. അതിനർത്ഥം പാകിസ്ഥാനെതിരെ മാത്രമല്ല, പാകിസ്ഥാനെ സഹായിച്ച രാജ്യങ്ങൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് തുർക്കിയിലേക്കൊക്കെ തന്നെ വിനോദസഞ്ചാരികൾ ഏറെ പോകുന്ന രാജ്യമാണ് തുർക്കി. പക്ഷേ അവിടേക്കുള്ള ബുക്കിങ്ങിനടക്കം വലിയ കുറവ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയെന്ന വാർത്തകളുണ്ടായിരുന്നു. മേക്ക് മൈ ട്രിപ്പൊക്കെ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ തുർക്കിക്കെതിരെ നയതന്ത്ര തലത്തിലും ഇപ്പോൾ നടപടി ശക്തമാക്കുകയാണ് ഇന്ത്യ. ആര്യ, തീർച്ചയായും രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ മാത്രമല്ല, ഇന്ത്യയുടെ തിരിച്ചടിയുടെ ചൂടറിയുകയാണ് തുർക്കിയും അസർബൈജാനും. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, കേരള സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുടെ രാജി BJP ആവശ്യപ്പെടില്ല. കോടതി തീരുമാനം അനുസരിക്കുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അടക്കമുള്ള നേതാക്കൾക്ക്. അതേസമയം വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെതിരായ ജാതീയ പരാമർശത്തിൽ സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. തുടരുന്നുണ്ട് നമുക്കൊപ്പം. രാകേഷ്, 2 വിഷയങ്ങളുണ്ട്. ആദ്യത്തേതിലേക്ക് കടന്നാൽ, സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശം, അതിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ രൂക്ഷമായ വിമർശനം വിജയ് ഷായ്ക്കെതിരെ നടത്തിയതാണ്. എന്നിട്ട് പോലും പാർട്ടിക്ക് ഇത്രയും ക്ഷീണമുണ്ടാക്കിയ ഒരു വ്യക്തിക്കെതിരെ നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല BJP? ആര്യ, ഇപ്പോൾ ഏതായാലും മന്ത്രിക്കൊപ്പം വിജയ് ഷായ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് BJP സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ മന്ത്രിയുടെ രാജി ഉണ്ടായേക്കാമെന്ന ചില അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇന്നലെ രാത്രി നടന്ന യോഗത്തോടുകൂടി കാര്യങ്ങൾ മാറുകയാണ് ചെയ്തത്. അതായത് VD ശർമ്മ സംസ്ഥാന BJP അധ്യക്ഷനാണ്, മുഖ്യമന്ത്രി മോഹൻ യാദവ്, ഒപ്പം തന്നെ BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി തുടങ്ങിയവരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗം കൈക്കൊണ്ട തീരുമാനം, അതായത് കോടതി ഇതിനോടകം തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി എന്തു പറയുന്നു എന്നനുസരിച്ച് നിലപാട് സ്വീകരിക്കാം എന്ന നിലപാടിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ കോടതി FIR ഇടാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറിച്ച് രാജിവെക്കണമെന്നൊരു ആവശ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പോൾ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് BJP നേതാക്കൾക്ക്. മാത്രവുമല്ല, ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളാണ് വിജയ് ഷാ രാജിവെക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ രാജിവെക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാകും. കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ അത് അവരുടെ വിജയമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ BJP നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പണ്ട് പല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ചില നേതാക്കൾ പറയുന്നത് ഗോത്ര വിഭാഗത്തിലുള്ള നേതാവാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നത് ലോങ് ടേമിൽ അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നൊരു പ്രതികരണം ചില നേതാക്കളിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് BJP പോകുന്നില്ല എന്ന് മാത്രമല്ല, മന്ത്രിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ശക്തമായ പ്രതികരണം പല കോണുകളിൽ നിന്നുണ്ടായി. BJPക്ക് തന്നെ ഒരു ഘട്ടത്തിൽ തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നു. എങ്കിൽ പോലും മന്ത്രിയെ കൈവിടുന്നില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ ഏതായാലും സംസ്ഥാന BJP ഘടകം എത്തിച്ചേരുകയാണ്. ഏതായാലും ഇനി കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും പറയുമോ എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് JP നഡ്ഡ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നിലപാടെടുക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് ഇനി
ഏതെങ്കിലും തരത്തിൽ പരാമർശം വരേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം മന്ത്രിസ്ഥാനത്ത് വിജയ് ഷാ തുടരുക തന്നെ ചെയ്യും. അതാണ് ഇപ്പോൾ സംസ്ഥാന BJPയുടെ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം തന്നെയാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി രാംഗോപാൽ യാദവും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. കാരണം ഇന്നലെ മൊറാദാബാദിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് രാംഗോപാൽ യാദവിന്റെ പരാമർശം. രാംഗോപാൽ യാദവ് വിജയ് ഷാ നടത്തിയ പരാമർശത്തെ വിമർശിച്ചുകൊണ്ടാണ് അക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അതിനിടയിലാണ് ജാതീയ പരാമർശമുണ്ടായത്. അതായത് രാംഗോപാൽ യാദവ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, മുസ്ലിം ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ മതം നോക്കിയാണ് ഇത്തരത്തിൽ കേണൽ ഖുറേഷിക്കെതിരെ ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. മറിച്ച് മറ്റ് രണ്ടുപേരുടെയും ജാതി അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്കെതിരെയും പരാമർശം നടത്തുമായിരുന്നു. അവർ രജ്പുത്താണ്, വ്യോമിക സിംഗ് രജ്പുത്താണെന്നാണ് കരുതിയിരിക്കുന്നത് വിജയ് ഷാ. പക്ഷേ അവർ അങ്ങനെയല്ല, പിന്നോക്ക വിഭാഗത്തിനുള്ള ആളാണ് എന്നടക്കമുള്ള പരാമർശങ്ങളാണ് ഏതായാലും രാംഗോപാൽ യാദവിന്റെ ഭാഗത്തുണ്ടായത്. അത്തരം ജാതീയ പരാമർശം രാംഗോപാൽ യാദവ് നടത്തി. അതായത് വിജയ് ഷായ്ക്കെതിരെ വിമർശനം എന്ന നിലയിൽ പറഞ്ഞു വന്ന് ജാതീയ പരാമർശത്തിലേക്ക് നീങ്ങുകയായിരുന്നു രാംഗോപാൽ യാദവ്. ഏതായാലും അതിനെതിരെയും വലിയ വിമർശനം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് BJP തന്നെ രാംഗോപാൽ യാദവിനെതിരെ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ രാംഗോപാൽ യാദവിനെതിരെ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ എല്ലാം സമഗ്ര ചിത്രം നൽകിയത്. നമ്മൾ മലപ്പുറം കാളികാവിലേക്ക് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ പിടിക്കാനുള്ള ദൗത്യത്തിന് തുടക്കമായിരിക്കുന്നു. അരുൺ സക്രിയ അടക്കമുള്ള ഡോക്ടർമാരും കുങ്കിയാനയായ കുഞ്ചുവും ദൗത്യ സംഘാംഗങ്ങളും ഇന്നലെ കാളികാവിലെത്തി കടുവ ഗഫൂറിനെ കൊന്ന മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുന്നു. ആദ്യം കടുവയുടെ ലൊക്കേഷൻ കണ്ടെത്തുകയാണ് പ്രധാനം, അല്ലേ? അതിന് ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഒരു നാടൊന്നാകെ ഇപ്പോൾ ഈ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിലാണുള്ളത്. ഇന്നലെ വൈകുന്നേരം തന്നെ വനം വകുപ്പിൻ്റെ കടുവയെ പിടികൂടാനുള്ള നടപടികൾക്ക് തുടക്കമായിരുന്നു. ഡോക്ടർ അരുൺ സഖറി അടക്കമുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ കാളികാവിലെത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കുഞ്ചുവിനെയും ദൃശ്യങ്ങളിൽ കാണാം. മറ്റൊരു കുങ്കിയാനയായ കോന്നി സുരേന്ദ്രനും ഇന്ന് ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി തന്നെ ഗഫൂറിനെ കടുവ കൊന്ന മേഖലയിൽ എത്തിച്ചേർന്ന് അവിടെയെല്ലാം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കടുവ അതിനെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾക്കും തുടക്കമായിട്ടുണ്ട്. ഈ നിശ്ചിത ദൂരപരിധിയിൽ സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ചിത്രങ്ങൾ പതിയുന്നതാണ് ആദ്യത്തിൽ അതിനെ തിരിച്ചറിയുന്നതിൻ്റെ നടപടി. അതിനുശേഷം അതിനെ ലൊക്കേറ്റ് ചെയ്ത് കുങ്കിയാനകളുടെ സഹായത്തോടെ അതിനെ പിടികൂടുക എന്ന ഉദ്ദേശമാണ് വനം വകുപ്പിനുള്ളത്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു ഭൂഘടന ജോഗ്രഫിക്കലി ഈ ഒരു ടെറൈൻ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണെന്ന് നേരത്തെ തന്നെ വനം വകുപ്പും ഉദ്യോഗസ്ഥരും അരുൺ സഖറിയൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇത് സഹ്യ മലനിരകളുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ്. ചെങ്കുത്തായ നിരകളാണുള്ളത്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ടെറൈനാണ്. അത് കടുവയ്ക്ക് ഒളിച്ചിരിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് പോകാനും ഒക്കെ ഈ ഒരു ഭൂഘടനയിലൂടെ സാധിക്കും. പക്ഷേ മനുഷ്യർക്കോ അതുപോലെ കുങ്കിയാനകൾക്കോ അത്ര എളുപ്പത്തിൽ ഒരുപക്ഷെ ഒരു മിഷൻ പൂർത്തീകരിക്കുക സാധ്യമാകില്ല. അതുപോലെ തന്നെ ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കുകയല്ല, അതിനെ കൊന്നുകളയണമെന്ന ആവശ്യമാണ് നാട്ടുകാരൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. അതേ ആവശ്യം ഉന്നയിച്ച് ഇന്നലെ CCFനോടും അരുൺ സഖറിയോടൊക്കെ നാട്ടുകാർ ഇക്കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴങ്ങനെ വലിയ ഒരു പ്രതിസന്ധി ഈ കടുവയെ പിടികൂടുന്ന കാര്യത്തിൽ ഉള്ളത്, അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നത് നാട്ടുകാർക്ക് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. തന്നെയാണെങ്കിലും നാട്ടുകാരെ സംബന്ധിച്ച് ഈ ഒരു തലവേദന, വന്യമൃഗശല്യം എന്ന ഭീതി അതൊഴിയാൻ ഉള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു അല്പസമയത്തിനകം തന്നെ അരുൺ സഖറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ മേഖലയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷമാകും ഈ പാറശ്ശേരി
റാവുത്തൻകാട് മേഖലയിലേക്ക് അവർ പ്രവേശിക്കുക. എന്താണെങ്കിലും മിഷൻ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടോ എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകും എത്ര ദൂരം പോകണമെന്നും എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ആദ്യ ഘട്ടത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക. ആര്യ. അനുമോദ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംരക്ഷിത വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള വന്യമൃഗ ശല്യങ്ങൾ അത് ദിനംപ്രതി ഉള്ള കാഴ്ചയാണ്. അവരത്രത്തോളം ഭീതിയിലും ദുരിതത്തിലുമാണ് ആ പ്രദേശവാസികൾ കഴിയുന്നത്. ഈ കടുവയുടെയോ പുലിയുടെയും ഒക്കെ സാന്നിധ്യമുണ്ടെന്ന് പലകുറി പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തതിനാലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ ഗഫൂറിന്റെ മരണത്തിന് പിന്നാലെ അവിടെ അരങ്ങേറിയത്. ഒരുപാട് ആവശ്യങ്ങൾ ആ നാട്ടുകാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചില ഉറപ്പുകളൊക്കെ ആ നാട്ടുകാർക്ക് നൽകാനും കുടുംബത്തിനും നൽകാനും സർക്കാരിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതികൾ അവിടെ ശാന്തമാണോ? നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊക്കെ ഒരു അയവ് വന്ന സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? ആര്യ, ഇന്നലെ വൈകുന്നേരം തന്നെ ഈ ഒരു ക്യാമ്പ് നിൽക്കുന്ന സ്കൂളിലേക്ക് നാട്ടുകാരെത്തുകയും CCFനെയും DFOയും അതുപോലെ അരുൺ സക്രിയൊക്കെ നേരിൽ കണ്ട് അവർക്ക് പറയാനുള്ളത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഗഫൂറിൻ്റെ കുടുംബത്തിൻ്റെ സഹായിക്കുക, ഗഫൂറിൻ്റെ കുടുംബത്തിന് സാമ്പത്തികമായിട്ട് ഒരു കൈത്താങ്ങാവുക, അത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടികളുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ജോലിയുടെ കാര്യത്തിലൊക്കെ. അതിനപ്പുറം സാമ്പത്തികമായിട്ട് സർക്കാർ കൂടുതൽ സഹായം പ്രഖ്യാപിക്കണമെന്നൊരാവശ്യം അവർക്കുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഇവിടെ പ്രധാനമായിട്ടും നാട്ടുകാർ ഉന്നയിക്കുന്നത് ഈ ഒരു കടുവയെ ജീവനോടെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഈ അവരുടെയെല്ലാം വളർത്തുമൃഗങ്ങളെയും അതേപോലെ തന്നെ ഇപ്പോൾ അവരിൽ ഒരാളെയും കൊന്ന കടുവയെ ജീവനോടെ കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ നാളെ മറ്റൊരിടത്ത് ആളുകൾക്ക് ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി അറിഞ്ഞ ആ വന്യജീവി സ്വാഭാവികമായിട്ടും മനുഷ്യനെ വേട്ടയാടുന്നതിന് ഇനി കൂടുതൽ ത്വര കാണിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടാലും അത് വീണ്ടും ഇതേ രീതിയിൽ മനുഷ്യനെ ആക്രമിക്കുമെന്ന ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇതിനെ മയക്കുവെടി വെച്ച് കൊണ്ടുപോവുകയല്ല, മറിച്ച് ഇതിനെ കൊന്നു കളയണമെന്ന ആവശ്യത്തിൽ നാട്ടുകാരൊക്കെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. പക്ഷേ ഇതൊരു എളുപ്പത്തിലുള്ളൊരു മിഷനല്ല. നമ്മൾ കണ്ടതാണ് പലയിടത്തും, വയനാട്ടിലൊക്കെ ഈ ആളെക്കൊല്ലി കടുവയെ പിടിക്കാനുള്ള മിഷൻ ദിവസങ്ങളോളം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ പ്ലാന്റേഷൻ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് കടുവയെ കണ്ടതെങ്കിലും ഇതിന് കുറച്ച് അപ്പുറത്തായിട്ട് സംരക്ഷിത വനമേഖലയാണ്. അമരമ്പലം റിസർവ് ഫോറസ്റ്റും അതിന് കുറച്ചപ്പുറം സൈലന്റ് വാലിയുടെ ഭാഗമായിട്ടുള്ള സംരക്ഷിത വനമൊക്കെയാണുള്ളത്. അപ്പോൾ അവിടേക്ക് കടുവ നീങ്ങില്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുകയില്ല. അങ്ങനെ കടുവ ആ സംരക്ഷിത വനമേഖലയിലേക്ക് ഉൾക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ പിടികൂടി എളുപ്പമാണ്. സാധാരണഗതിയിൽ ഒരു കടുവ കാടിറങ്ങുന്നത് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ വേട്ടയാടി തിന്നാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൊക്കെയാണെന്നാണ് ഈ മേഖലയിലുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് അത്തരത്തിലുള്ളൊരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, അത്തരത്തിൽ മറ്റ് സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ കൂടുതൽ പരിശോധിച്ച ശേഷം മാത്രം വനംവകുപ്പിന് പറയാനാകൂ. അങ്ങനെയുള്ളൊരു കടുവയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് പ്ലാന്റേഷൻ്റെ മേഖലയിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അതിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ നടക്കുന്നത്. എന്ന് തന്നെയാണെങ്കിലും നാട്ടുകാരെ സംബന്ധിച്ച് അതിനെ ജീവനോട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതേസമയം ഇവിടുത്തെ ജോഗ്രഫിക്കൽ കണ്ടീഷൻ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഭൂഘടനയും ഇവിടുത്തെ മറ്റ് സാഹചര്യങ്ങളൊക്കെ മിഷന് താരതമ്യേന വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങളുമാണ്. അതെ, അനുമതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ടൊരു പക്ഷേ ഈ ഒരു ദൗത്യം സഫലമാക്കാൻ കഴിയില്ല. ദൗത്യ സംഘത്തിന് എന്ത് വേണം അനുമാനിക്കാൻ? അനുമതി സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ഒരു ജിയോഗ്രഫി, ഭൂമിഘടനയൊക്കെ അങ്ങനെയാണ്, സാഹചര്യം അങ്ങനെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ അനുമോദ് ജീവനോടെ അവിടെ നിന്ന് കടുവയെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നാട്ടുകാർ പറയുമ്പോൾ അവരുടെ സ്വാഭാവികമായ ജനവികാരം അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതേ ഉള്ളൂ. മയക്കുവെടി വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണല്ലോ വനംവകുപ്പിന്റെ ലക്ഷ്യം. എവിടേക്കായിരിക്കും മാറ്റുന്നത്? അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളൊക്കെ ഉണ്ടോ? അത്തരം കാര്യങ്ങളിലേക്കൊന്നും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു ആലോചനകൾ നടന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഒന്നുകിൽ വയനാട്ടിലേക്കായിരിക്കും കൊണ്ടുപോവുക. പക്ഷേ അങ്ങനെ കൊണ്ടുപോകുന്നതിന് തീരുമാനമെടുക്കുന്നതിന് കടുവയുടെ ആരോഗ്യസ്ഥിതിയും
അതിനെ പിടികൂടുമ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ വലിയ ഘടകങ്ങളാണ്. ഒരുപക്ഷെ മയക്കുവെടി വെച്ച് അത് നിലമ്പൂരിലെ ഉൾക്കാടുകളിൽ തന്നെ ഇതിനെ തുറന്നുവിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ ഇത് മാനീറ്റർ അനിമൽ അല്ലെങ്കിൽ നരഭോജി കടുവയായതുകൊണ്ട് അതിനെ ഒരുപക്ഷെ വയനാട്ടിലുള്ള ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ മാറ്റിയ സ്ഥലത്തേക്ക് മാറ്റണം എന്നൊരു സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇന്ന് തന്നെയാണെങ്കിലും സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കരടി അടക്കമുള്ള ജീവികളെ ഇവിടുന്ന് പിടികൂടിയിരുന്നു. അതിനൊക്കെ ഉൾക്കാട്ടിൽ നിലമ്പൂർ വനത്തിലെ തന്നെ ഏറ്റവും ഉൾമേഖലയിലുള്ള ഭാഗത്തേക്ക് തുറന്നു വിടുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് കരടിയാണ്, അത് മനുഷ്യനെ ആക്രമിച്ച ആ ഒരു രീതിയല്ല. അത് ആ ഒരു മേഖലയിലെ തേനും മറ്റും ഒക്കെ ആണ് ഏറ്റവും കൂടുതൽ നശിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാഹചര്യം. പക്ഷേ ഈ കടുവയുടെ കാര്യത്തിൽ അത് ഒരിക്കലും പ്രായോഗികമാകുമോ എന്നുള്ളത് ആ കടുവയെ പിടികൂടുമ്പോഴുള്ള അതിൻ്റെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. എന്ന് തന്നെയാണെങ്കിലും വെടിവെച്ച് കൊല്ലണം എന്ന് നാട്ടുകാർ പറയുമ്പോഴും നമുക്കറിയാം ദേശീയ മൃഗമാണ്. അതിനെ പിടികൂടുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. അതെല്ലാം ഫുൾഫിൽ ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ച് മാത്രമേ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വനം വകുപ്പിന് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. നാട്ടുകാർക്ക് വൈകാരികമായിട്ട് അത് ആവശ്യപ്പെടാം, സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വലിയ ആവശ്യം തന്നെയാണത്. പക്ഷെ അതിലേക്ക് അവർ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുമോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. പിടികൂടിയാൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, നിലമ്പൂർ വനത്തിലെ ഏറ്റവും നിത്യഹരിത വനങ്ങളൊക്കെ ഉള്ള അമരമ്പലം റിസർവ് ഫോറസ്റ്റ് അവിടേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത, അതല്ലെങ്കിൽ ഏതെങ്കിലും സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക. ഈ രണ്ട് സാധ്യതകൾ തന്നെയാണ് നിലവിൽ മുമ്പിലുള്ളത്. ഓക്കെ, CV അനുമോദാണ് മലപ്പുറം കാളികാവിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തത്. അവിടുത്തെ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്നു തിന്ന നരഭോജി കടുവയെ പിടിക്കാനുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ്. ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ള ഡോക്ടർമാരും കുങ്കിയാന കുഞ്ചുവും ഒക്കെ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ് നമ്മൾ. വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബേലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒളിവിലായിരുന്ന ബേലിൻ ദാസിനെ തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ വെച്ചാണ് തുമ്പ പോലീസ് പിന്തുടർന്ന് പിടികൂടിയത്. ബേലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. വി വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഗുഡ് മോർണിംഗ്. വളരെ പ്രയാസപ്പെട്ട് ശ്രമകരമായി നാടകീയമായി ഒക്കെയാണ് ഇന്നലെ സീനിയറിനെ പോലീസ് പിടികൂടിയത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ആദ്യ പ്രതികരണമായി ബേലിൻദാസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കുമ്പോൾ അതിന് തൊട്ടു മുന്നോടിയായി തന്നെ ബെയിലിനെ പിടികൂടി എന്നുള്ളതും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു നിർണായക നീക്കം തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ പരാതിക്കാരിക്കെതിരെയും ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് ബേലിൻദാസ്, അല്ലേ? അറിയാം, കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ കടവിൽ വെച്ചാണ് ബേലിൻദാസിനെ പോലീസ് പിടികൂടുന്നത്. ബേലിൻദാസിന്റെ സഹോദരന്റെ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു വാഹനത്തിലുണ്ട് എന്ന വിവരം പോലീസിന് ലഭിക്കുകയും അങ്ങനെ പിന്തുടർന്നാണ് തുമ്പ പോലീസ് പിടികൂടുന്നത്. പിന്നീട് വഞ്ചൂർ പോലീസിന് കൈമാറുകയും ചെയ്തു. ഇപ്പോൾ വഞ്ചൂർ സ്റ്റേഷനിൽ തുടരുകയാണ്. ഇന്ന് 11 മണിയോടുകൂടിയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ആ തരത്തിലാണ് പോലീസ് ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രണ്ട് പക്ഷത്തു നിന്നുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. തനിക്കെതിരെയുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന കാര്യമാണ് ബേലിൻദാസ് പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തോട് അടുപ്പമുള്ളവരും ആ നിലയ്ക്ക് തന്നെയാണ്. അവർ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം നേരത്തെ അത് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ അത്തരം കാര്യങ്ങൾ പോലീസിന് അറിയിപ്പായി ലഭിക്കുന്നതിന് മുൻപ് തന്നെ പിടികൂടുക എന്ന ഒരു നടപടിയിലേക്ക് പോലീസ് പോയി. മാത്രമല്ല, മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് മാത്രം ഒരാളെ പിടികൂടാൻ പാടില്ല എന്ന നിയമവുമില്ല. അവിടെ പോലീസ് കൃത്യമായി കോടതിക്ക് മുമ്പിലേക്ക് നിയമപരമായി ബേലിൻദാസിന് ഏതെങ്കിലും ഒരു ആനുകൂല്യം, ഏതെങ്കിലും ഒരു സാധ്യത അങ്ങനെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് പോലീസിന്റെ ഏറ്റവും നിർണായക നീക്കമായി അതിൽ മാറിയത്. മാത്രമല്ല, ഈ പെൺകുട്ടി മർദ്ദിച്ചു, ബേലിൻദാസിനെ ആദ്യം മർദ്ദിച്ചു എന്ന തരത്തിലുള്ള ഒരു വാദം കൂടിയുണ്ട്, അങ്ങനെ ഒരു ആരോപണം കൂടിയുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തള്ളിക്കളയുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് പുറത്തുവിടണമെന്ന കാര്യമാണ് പറയുന്നത്. ഏതായിരുന്നാലും വളരെ സുപ്രധാനമായൊരു സംഭവം അല്ലെങ്കിൽ ഒരു കേസ് തന്നെയാണ് ജൂനിയർ അഭിഭാഷകയെ മുഖത്തടിച്ചു എന്നത്. വളരെ പെട്ടെന്ന് പോലീസിന് പ്രതിയെ പിടികൂടാനായി ഒരുപക്ഷെ വക്കീൽ ഓഫീസിൽ കയറി പിടികൂടുന്നതിന്
ബാർ അസോസിയേഷന്റെ ഭാരവാഹികൾ ആദ്യഘട്ടത്തിൽ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതി ഒളിവിൽ പോയി. പ്രതിക്ക് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞു. ആ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്ന ആക്ഷേപം ഒരു വശത്ത് ഉയർന്നു വന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് പ്രതിയെ പിടികൂടാനായി എന്നത് പോലീസിന് ആശ്വാസമാവുകയും ചെയ്തു. യെസ്, വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയെന്ന ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുക്കുന്നതിനുള്ള നിയമോപദേശം സൗത്ത് പോലീസിന് ഇന്ന് ലഭിക്കും. ആലപ്പുഴ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ബിജി ആണ് നിയമോപദേശം നൽകുക. സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സൗത്ത് SHOയ്ക്ക് കത്ത് നൽകിയിരുന്നു. 1989 നടന്ന സംഭവത്തിൽ തെളിവ് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമാകും. അതേസമയം സുധാകരന്റെ വെളിപ്പെടുത്തൽ കുറ്റസമ്മതമായ DDP കണക്കാക്കുമോ എന്ന് വേണം കണ്ടറിയാൻ. NGO യൂണിയൻ പരിപാടിയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് പങ്കെടുത്ത പരിപാടിയിൽ താൻ ഭാവനാത്മകമായി പറഞ്ഞ കാര്യങ്ങളെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കൃത്രിമം കാണിച്ചിട്ടില്ലെന്നും ജി സുധാകരൻ തിരുത്തിയതും ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ മുതിർന്ന നേതാവ് ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ CPMനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും തെരഞ്ഞെടുപ്പുകളിൽ CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നു എന്ന ആരോപണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDF ഉന്നയിക്കുന്നതാണ്. CPMനുള്ളിൽ നിന്ന് തന്നെ വന്ന വെളിപ്പെടുത്തൽ UDF ആയുധമാക്കും. ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇക്കാര്യം ചർച്ചയായേക്കും. വിനോദ് ദേവദാസിനെ ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല അദ്ദേഹത്തെ. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരുപാട് പോസ്റ്റർ ബാലറ്റ് കിട്ടും സാർ. അപ്പൊ എല്ലാം ദേശീയായിട്ട് ഞങ്ങൾ പൊട്ടിച്ചു. പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. CPMനെതിരെ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണമാണ് സംസ്ഥാന സമിതി അംഗമായിരുന്ന ജി സുധാകരൻ ശരിവച്ചത്. ആലപ്പുഴ ജില്ലയിൽ പതിറ്റാണ്ടുകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ CPMനെ നയിച്ച നേതാവ് കൂടിയാണ് സുധാകരൻ. അത്തരമൊരാളുടെ വെളിപ്പെടുത്തൽ CPMനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും. KPCC നേതാക്കളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുന്നണി കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് CPMന്റെ കള്ളവോട്ടുകൾ തടയാനായാൽ മാത്രം അടുത്ത തെരഞ്ഞെടുപ്പിൽ അനായാസം ജയിക്കാമെന്നാണ്. എല്ലാ മണ്ഡലങ്ങളിലും വോട്ടർ പട്ടിക ശുദ്ധീകരണ നടപടികളും കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. അതിനിടയിലുണ്ടായ വെളിപ്പെടുത്തൽ കോൺഗ്രസിന് കൂടുതൽ ഊർജ്ജം നൽകും. സുധാകരന്റെ പ്രസ്താവന അവഗണിക്കാനാണ് നിലവിൽ CPMലെ ധാരണ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി നിലപാട് ഘടിപ്പിച്ചതോടെ സുധാകരൻ വെട്ടിലായി. അങ്ങനെയാണ് നിലപാട് മയപ്പെടുത്തിയത്. അപ്പൊ ഇന്നലെ ഒരു NGOമാർ ഇതുപോലെ നിങ്ങളെപ്പോലെ അവരുടെ ആദ്യകാല സംഘാടകരുടെ വലിയ സമ്മേളനം ഒരു 100-500 പേരുണ്ട്. 100-300 ആദ്യകാല സംഘാടകർ, 200 പുതിയ NGOമാർ. അവിടെ സംസാരിച്ചപ്പോൾ സ്റ്റേജിലുള്ള ഒരു പഴയ നേതാവിനോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റർ ബാലറ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയുള്ളവരൊക്കെ ഉള്ളൂ പോസ്റ്റർ ബാലറ്റ്, അല്ലാത്തവർ നേരിട്ട് പോയി അവർ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തേക്കുന്നത് ചിലത്. എന്താണ് എടുത്ത് അതൊന്ന് പറഞ്ഞേക്കണമെന്ന് പറയുന്നത്. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവനയും കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി മിസ്റ്റല്ലെങ്കിൽ ഒരു ബാലറ്റും തുറന്നു നോക്കിയിട്ടില്ല. സുധാകരൻ തിരുത്തിയെങ്കിലും ഈ വിഷയം വിടാൻ UDF തയ്യാറാകില്ല. അങ്ങനെ വന്നാൽ CPM മറുപടി പറയേണ്ടി വരും. ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദ് കൂടി നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, കേസെടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്രിമം നടത്തിയെന്നുള്ള വെളിപ്പെടുത്തൽ ഒരു പരസ്യവേദിയിൽ ജി സുധാകരൻ നടത്തിയത്. പക്ഷേ കേസ് വരുമെന്നായപ്പോൾ അദ്ദേഹം മലക്കം മറിഞ്ഞത് നമ്മൾ ഇന്നലെ കണ്ടു. പക്ഷേ ഇനി മലക്കം മറിഞ്ഞിട്ടും കാര്യമില്ലല്ലോ, തിരുത്തിയിട്ടും കാര്യമില്ലല്ലോ. നിയമത്തിന്റെ വഴിക്കായി പോകും. അന്വേഷണം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഇന്നലെ മൊഴിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു തഹസിൽദാർ അദ്ദേഹത്തിന്റെ. പക്ഷേ മറ്റൊരു കാര്യം, പാർട്ടിയെ ഇത് വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. UDFന് ഇട്ടുകൊടുത്ത ഒരു വടിയാണ്, അതെടുത്ത് UDF അടിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. അപ്പോൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഈ വിഷയം ഏത് തരത്തിലാണ് ചർച്ച ചെയ്യുക? അറിയ സമീപകാലത്ത് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഈ മുള്ളും മുനയും വെച്ച വാക്കുകൾ സുധാകരൻ പറയുന്നത് ഒരു പതിവായിരുന്നു. കാരണം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്ത് നിന്നൊക്കെ ഒഴിവാക്കപ്പെടേണ്ടി വരുന്നു. അതിനുശേഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ കവിത എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ഈ നേതൃത്വത്തെ വിമർശിക്കുകയും ചെറിയ രീതിയിൽ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശൈലിയും രീതിയുമുണ്ട്. സുധാകരന്റെ കഴിഞ്ഞകാല ഈ ചരിത്രം പരിശോധിച്ചാൽ അത് കാണാനും കഴിയും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്വയം വെട്ടിലായിരിക്കുന്നു. കാരണം മറ്റതെല്ലാം
എതിരെയുള്ള അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് ഒന്ന് കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതിപ്പോൾ അദ്ദേഹം സ്വയം കുഴി തോണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കള്ളവോട്ട് അല്ലെങ്കിൽ വോട്ടിൽ കൃത്രിമം കാണിച്ചു, തപാൽ വോട്ടിലൊക്കെ കൃത്രിമം കാണിച്ചു എന്ന് അദ്ദേഹം തുറന്നു പറയുകയും കേസെടുക്കുന്നെങ്കിൽ കേസെടുത്തോട്ടെ എന്ന ഒരു വെല്ലുവിളിയുടെ സ്വരം പറയുകയും ചെയ്തു. ഇവിടെ പാർട്ടി എടുക്കുന്ന നിലപാട് എന്താകും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ പോലീസിന് നിയമോപദേശം ലഭിക്കും. ജില്ലാ കളക്ടർ തന്നെ ഇത് കേസെടുക്കണം എന്ന നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി കൂടി കടുത്താൽ സ്വാഭാവികമായും സുധാകരൻ വെട്ടിലാവും. അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. ഒരു ഭാവന കലർത്തി പറഞ്ഞ കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം കേട്ടാൽ മനസ്സിലാകും. ഇതിപ്പോൾ പണ്ട് എം വി ജയരാജൻ ചുംബൻ പ്രയോഗം നടത്തിയ ഒരു ചരിത്രമുണ്ട്. എന്നിട്ട് ശോഭിക്കുന്ന ആൾ എന്ന് പറഞ്ഞ് തിരുത്താനൊക്കെ ശ്രമിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നീട് നമ്മൾ കണ്ടതാണ്. അതേ തരത്തിൽ പറഞ്ഞു കുഴപ്പത്തിലാവുകയും പിന്നീട് അത് തിരുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി ഇത് ഏറ്റെടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി സുധാകരൻ ഇങ്ങനെ പാർട്ടിയെ വിമർശിക്കുന്ന, പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു ശൈലിയുമായി മുന്നോട്ട് പോകുന്ന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം അദ്ദേഹം തന്നെ പറഞ്ഞ് പരിഹരിക്കട്ടെ, അദ്ദേഹം വിശദീകരിച്ചല്ലോ എന്നൊരു മറുപടി പറഞ്ഞ് പാർട്ടി നേതൃത്വം മാറി നിൽക്കുമോ, അതല്ല സുധാകരനെ അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് സുധാകരനെ സംരക്ഷിക്കുന്ന UDFന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ആ തരത്തിൽ രാഷ്ട്രീയമായി ഏറ്റെടുക്കുമോ, അതെല്ലാം ഇനി കണ്ടറിയേണ്ടതാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ തന്നെ ഈ വിഷയം വരുമോ ഇല്ലയോ എന്നത് വ്യക്തമല്ല. ഏതായിരുന്നാലും UDFനെ സംബന്ധിച്ച് അവർക്കൊരു വീണ് കിട്ടിയ വടി തന്നെയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടൂർ പ്രകാശ് പുതിയ UDF കൺവീനറായി ചുമതല ഏറ്റെടുത്തപ്പോൾ KPCCയുടെ പുതിയ നേതൃനിര വന്നപ്പോൾ അടൂർ പ്രകാശ് ആ വേദിയിൽ പറഞ്ഞ കാര്യമാണ്, കള്ളവോട്ടുകൾ തടയാനായാൽ CPM നടത്തുന്ന കള്ളവോട്ട് അത് തടയാനായാൽ മാത്രം മതി UDFന് വലിയ വിജയം നേടാൻ കഴിയുമെന്ന കാര്യം. ആ കാര്യത്തിന് ഒരു ഇന്ധനം പകരുന്ന, അല്ലെങ്കിൽ ആ വാദത്തിന് ഇന്ധനം പകരുന്ന തരത്തിലാണ് ഇപ്പോൾ സുധാകരന്റെ പ്രസ്താവന വന്നു വീണിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. ഇത് CPMന്റെ രീതിയും ശൈലിയുമാണ്. കള്ളവോട്ട് എല്ലാ കാലത്തും കള്ളവോട്ടിലൂടെ CPM അധികാരത്തിലെത്തുന്നു എന്ന ആരോപണം, ആ ആരോപണത്തിന് മൂർച്ച കൂട്ടുന്നതാണ് സുധാകരന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ സംസ്ഥാന കോൺഗ്രസിൽ പടയൊരുക്കം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ട ഹൈക്കമാൻഡ് പ്രതിനിധികളോട് മുൻ PCC അധ്യക്ഷന്മാർ അടക്കം കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് ദീപാദാസിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചതായാണ് വിവരം. ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവയാണെന്ന K സുധാകരന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി കൂടുതൽ നേതാക്കൾ നിലപാട് അറിയിച്ചത്. KPCC നേതൃമാറ്റം സംബന്ധിച്ച അവ്യക്തത നീക്കാൻ രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ട് പ്രവർത്തക സമിതി അംഗങ്ങളായ AK ആന്റണി, ശശി തരൂർ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർക്ക് പുറമെ മുൻ PCC അധ്യക്ഷന്മാരായ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ തുടങ്ങിയവരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തലപ്പത്ത് അഴിച്ചുപണി നടത്തിയാൽ പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും നിലപാട് അറിയിച്ചിരുന്നു. ഒപ്പം അധ്യക്ഷനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് ദീപാദാസ് മുൻഷി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ആധികാരികതയിലും വിമർശനം ഉന്നയിച്ചതായാണ് വിവരം. അധ്യക്ഷ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദീപാദാസിന്റെ റിപ്പോർട്ടിനെ സ്വാധീനിക്കാൻ സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവ് നേരിട്ട് ഇടപെടൽ നടത്തിയതായും മുതിർന്ന നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചതായാണ് സൂചന. സംഘടന സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുമ്പോഴും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി തുടർച്ചയായി തലസ്ഥാന നഗരിയിലെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ആഡംബര ഹോട്ടലിൽ മാത്രമേ താമസിക്കൂ എന്ന് ശാഠ്യം പിടിച്ചത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ഒരു മുൻ PCC അധ്യക്ഷൻ ദേശീയ നേതൃത്വത്തോട് തുറന്നടിച്ചു. K സുധാകരനെ മാറ്റുന്നതിനേക്കാളേറെ നേതൃത്വത്തെ വെട്ടിലാക്കിയത് അധ്യക്ഷ സ്ഥാനത്തേക്ക് പകരം ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണെന്നും മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കേണ്ട ഘട്ടത്തിൽ അനാവശ്യ വിവാദങ്ങൾക്ക് വഴിവെച്ചത് മതിയായ കൂടിയാലോചനകളില്ലാതെ തിടുക്കത്തിലെടുത്ത തീരുമാനങ്ങളാണെന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം നേതാക്കളും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പുനഃസംഘടനയിലെ അതൃപ്തി പരസ്യമാക്കിയ K സുധാകരന്റെ നടപടിയെ അവഗണിക്കാൻ KPCC നേതൃത്വം. കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി കാര്യങ്ങൾ വഷളാക്കരുതെന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ. സുധാകരന്റെ പ്രതികരണം വൈകാരികമായി കണക്കാക്കി KPCC ഭാരവാഹികളെ അടക്കം നിശ്ചയിക്കാനുള്ള ചർച്ചയുമായി മുന്നോട്ടു പോവുകയാണ് പുതിയ നേതൃത്വം. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഈ KPCC അധ്യക്ഷനെ മാറ്റിയതിനു ശേഷം സുധാകരൻ മാത്രമല്ല അതൃപ്തി അറിയിച്ച് രംഗത്തെത്തിയത്, പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ അടക്കം പലതരത്തിലുള്ള പ്രതികരണങ്ങളും വന്ന സാഹചര്യത്തിലാണല്ലേ ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണത്തിലേക്കൊന്നും ഇനിയും കടന്ന് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കരുത് എന്ന ധാരണയിലേക്ക് എത്തുന്നത്?
ആര്യ, അതായത് ഈ പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് പുനഃസംഘടന തന്നെയാണ്. DCC പ്രസിഡന്റുമാരെ മാറ്റുന്ന അടക്കമുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ വീണ്ടും പരസ്യമായി തന്നെ പുനഃസംഘടനയിലെ അതൃപ്തി വ്യക്തമാക്കി രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് തന്നെ മാറ്റിയതിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് അതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ താൻ രാജിവെച്ച് പുറത്തുപോയേനെ. പക്ഷേ പുനഃസംഘടനയിൽ, അതായത് DCC പ്രസിഡന്റുമാരെ നിയമിക്കുന്ന കാര്യത്തിൽ അതിൽ താൻ ഇടപെടും, അക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ തന്റെ ഭാഗത്തുനിന്നുണ്ടാകും തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും പുതിയ നേതൃത്വത്തിനെതിരെയും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സുധാകരനെ ഇക്കാര്യങ്ങളൊക്കെ AICC നേതൃത്വം ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇനിയും കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് AICC നേതൃത്വം എത്തുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ K സുധാകരൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നടപടി അത് അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് KPCC നേതൃത്വം തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. കാരണം അണികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ആവേശം, ഇപ്പോൾ പുതിയ നേതൃത്വം ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആവേശം അത് തണുക്കാതെ നോക്കുക എന്നതാണ് പുതിയ നേതൃത്വത്തിന് മുന്നിലെ ഒരു വെല്ലുവിളി. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ടത് ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ പുതിയ നേതൃത്വം UDF ഘടകകക്ഷികളുമായി ഇപ്പോൾ പ്രാഥമിക ആശയവിനിമയം മാത്രമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കണം. അതിനു മുമ്പ് തന്നെ ഈ പുനഃസംഘടന, അതായത് ഈ അടുത്ത മാസം കഴിയുന്നതിന് മുൻപ് തന്നെ പുനഃസംഘടന പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശമാണ് AICC നേതൃത്വം KPCCയുടെ പുതിയ ഭാരവാഹികൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 ജില്ലകളിൽ, അതായത് തൃശ്ശൂര്, ഒപ്പം തന്നെ എറണാകുളം, മലപ്പുറം തുടങ്ങി 3 ജില്ലകളിൽ, ഈ 3 ജില്ലകളിൽ പുനഃസംഘടന, മലപ്പുറത്തിന് പുറമെ കോട്ടയം, അങ്ങനെ ഈ 4 ജില്ലകളിൽ DCC അധ്യക്ഷന്മാരെ മാറ്റില്ല എന്ന നിലവിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റ് 10 ജില്ലകളിലെ DCC അധ്യക്ഷന്മാരെ മാറ്റി പുനഃസംഘടന നടത്താനാണ് ഇപ്പോൾ KPCC നേതൃത്വം ആലോചിക്കുന്നത്. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാരുടെയും കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും മുൻ KPCC അധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നും ഇത്തരം പരാമർശങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ തടയിടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി KPCC നേതൃത്വത്തിന് മുമ്പിലുള്ള വെല്ലുവിളി. എന്തായാലും നിലവിൽ ഈ സുധാകരന്റെ നടപടിയെ അവഗണിക്കാൻ തന്നെയാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർതൃപിതാവ് ജോസഫിന്റെ ശബ്ദ പരിശോധന ഇന്ന് നടത്തും. തിരുവനന്തപുരത്തെ ലാബിലാണ് പരിശോധന. ജിസ്മോളെ ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ ജോസഫിന് നിർണായക പങ്കുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ജോസഫിന്റെ ശബ്ദ സന്ദേശവും പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ശബ്ദം പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ജോസഫിന്റെയും ജിമ്മിയുടെയും ജാമ്യാപേക്ഷ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിലെ നിയമ നടപടികൾ, അതിന്റെ ആ ഒരു പ്രോസസ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആര്യ, ഈ ജിസ്മോളുടെ കുടുംബത്തിന് പോലും ജിസ്മോളുടെ ഭർതൃപിതാവിനെതിരെ കാര്യമായ പരാതി ഉണ്ടായിരുന്നില്ല. ജിസ്മോളുടെ ഭർതൃമാതാവ്, മൂത്ത സഹോദരി, ഇവർക്കെതിരെ മാത്രമാണ് അവർ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പോലീസ് നടത്തിയ നിർണായകമായ പരിശോധനകൾ, ഫോൺ പരിശോധനയിലാണ് ജിസ്മോൾക്കെതിരെ ഈ ജോസഫ് അടക്കം നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങളും ഈ ആത്മഹത്യക്ക് കാരണമാകുന്ന പലതരത്തിലുള്ള സംഭാഷണങ്ങളും പുറത്തു ലഭിച്ചത്. അവർ ഫോൺ പരിശോധനയിൽ ലഭിച്ചു. ഇത് ലഭിച്ചതോടുകൂടിയാണ് ഇതിൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കോടതിയിൽ ഈ കേസ് നിലനിൽക്കണമെങ്കിൽ ഈ ശബ്ദ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രതിയുടെ തന്നെ ശബ്ദമാണ് ഇത് എന്ന് സർട്ടിഫൈ ചെയ്യേണ്ട, അത് സ്ഥിരീകരിച്ചുകൊണ്ട് അംഗീകരിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനാണ് ജോസഫിനെ ഇന്ന് തിരുവനന്തപുരത്തെ ലാബിലേക്ക് കൊണ്ടുപോവുക. ജോസഫിനെ മാത്രമാണ് കൊണ്ടുപോവുക. ജോസഫിൻ്റെതാണ് ശബ്ദ പരിശോധന ഈ സംഭവത്തിൽ നിർണായകമായിട്ടുള്ളത്. ജിമ്മിയുടെയും ഫോൺ സാമ്പിളുകളിൽ നിന്ന് മറ്റ് തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് മറ്റ് ശാസ്ത്രീയ പരിശോധന, ഫോണിൻ്റെ പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ മതിയാകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കേസ് കൂടുതൽ ശക്തമാകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കോടതി കഴിഞ്ഞ ദിവസം ഇരുവരുടെയും ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇരുവർക്കും ആശ്വാസമായിട്ടുള്ളത് ഒന്ന്, ഇന്നലെ ഈ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടത് ഒരു പരിധിവരെ. കാരണം ജിസ്മോളെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയതാണ് എന്ന് കുടുംബം വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം നടക്കണമെന്ന് ജിസ്മോളുടെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ജിസ്മോളും മക്കളും ചേർന്നുകൊണ്ടാണ് ഇളയ കുട്ടിയെ ഈ സ്കൂട്ടറിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരുത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. മൂത്ത കുട്ടിയെ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമാണ്. മറ്റ് പല ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പുഴ തീരത്തെത്തി ആത്മഹത്യ ചെയ്തത് തന്നെയാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ ഉള്ളത്. എന്തായാലും ഈ കേസിൽ അന്വേഷണം തുടരുകയാണ്.
ഈ ഭർത്തൃമാതാവിനെതിരെയൊക്കെ പരാതികളുണ്ട്. പക്ഷേ അവർക്കെതിരെ ഒരു ശക്തമായ തെളിവിലേക്കൊന്നും എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ നിർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ തെളിവ് ലഭിച്ചാൽ അവരും പ്രതിപ്പട്ടികയിൽ എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും അന്വേഷണം അതിൻ്റെ പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടത്തിലാണുള്ളത്. ആര്യ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഐവിൻ ജിജോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലക്കേറ്റ പരുക്കാണ് ഐവിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. തല മതിലോ മറ്റോ ഇടിച്ചതായാണ് സംശയം. ഐവിൻ ജിജോയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, നമുക്കറിയാം എത്രയോ നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പേരിലാണ്, ഒരു ഓവർടേക്കിങ്ങിനെ ചൊല്ലിയാണ് ഇത്തരത്തിൽ 2 CSF ഉദ്യോഗസ്ഥർ ഐവിൻ ജിജോയെ കൊലപ്പെടുത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് തലയിൽ ഏറ്റിരിക്കുന്ന പരുക്ക് കൊണ്ടാണ് ഐവിനെ മരണത്തിലേക്ക് നയിച്ച കാരണം. അതാണ് തല മതിലിലും മറ്റും ഇടിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ഐവിനെ 1.5 കിലോമീറ്റർ ദൂരത്തോളം ഇവര് ബോണറ്റ് നിർത്തി കൊണ്ടുവരികയും സഡൻ ബ്രേക്ക് ഇട്ടിട്ട് വീണ്ടും ഐവിന്റെ ശരീരത്തൂടെ വണ്ടി കയറ്റി ഇറക്കുകയും പിന്നീട് വലിച്ചിഴിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ട് ആ ഒരു സമയത്ത് എപ്പോഴോ ഉണ്ടായ ബുദ്ധിമുട്ടായിരിക്കാം. എന്തായാലും അത് മാത്രം അത് പ്രധാനപ്പെട്ട, അതായത് മരണകാരണമായിട്ട് കണക്കാക്കുന്നതാണ്. എന്നിരുന്നാലും ഐവിനെ ആ ഒരു അവസ്ഥയിൽ, അതായത് പരിക്കേറ്റ അവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത തരത്തിൽ അതിന്റെ ശാരീരിക അവയവങ്ങൾ തകർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വണ്ടി കയറി ഇറങ്ങി ഒരു വശം മുഴുവൻ ചതഞ്ഞറിഞ്ഞു പോയിരുന്നു. അതായത് ആംബുലൻസ് അല്ലാതെ മറ്റു വാഹനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെയാണ്. എന്നാൽ അതിനും അത്രയും സമയം കൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ആര്യ സൂചിപ്പിച്ചതുപോലെ നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ്, അതായത് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. തർക്കത്തെ തുടർന്ന് ഐവിന്റെ വാഹനത്തിൽ ഈ CSF ഉദ്യോഗസ്ഥരുടെ വാഹനം ഉരസിയെ തുടർന്നുണ്ടായ തർക്കമാണ്. അപ്പോൾ പോലീസിനെ വിളിക്കാൻ പറയുന്ന ഐവിൻ വാഹനത്തിന് മുന്നിൽ കയറി നിൽക്കുകയോ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ വണ്ടിയെടുത്ത് ഐവിനെ ബോണറ്റിൽ ഐവിൻ ശരിക്കും ബോണറ്റിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചു കിടക്കുകയായിരുന്നു. ഐവിന്റെ ഫോണൊക്കെ ഈ വൈപ്പറിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഐവിൻ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം കൂടുതൽ വ്യക്തത വരുമെന്നാണ് കഴിഞ്ഞ ദിവസം റൂറൽ SP M ഹേമലത വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഐവിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുന്നത് 2 മണിയോട് കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ. അതേസമയം ഈ 2 CSF ഉദ്യോഗസ്ഥരെ അവർ അറസ്റ്റിലായിട്ടുണ്ട്. അതുപോലെ ഇവരെ CSF തന്നെ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആര്യ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കോന്നി MLA KU ജനീഷ് കുമാറിന്റെ മൊഴിയെടുക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, MLAക്കെതിരായ നടപടി അതെങ്ങനെ പുരോഗമിക്കുന്നു? ആര്യ, കഴിഞ്ഞ ദിവസമാണ് കാട്ടാനത്തിരി സംഭവത്തിൽ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാർ ഒരു അതിഥി തൊഴിലാളിയെ കസ്റ്റഡിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. പക്ഷേ അത് അകാരണമായി കസ്റ്റഡിയെടുത്തുള്ള കാരണം കൊണ്ടാണ് MLA പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചെല്ലുകയും ഒപ്പം ഈ തൊഴിലാളിയെ ബലമായി മോചിപ്പിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ MLAക്കെതിരെ ഒരു പരാതി കൂടൽ പോലീസ് സ്റ്റേഷൻ നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 കേസുകളാണ് പ്രധാനമായും MLAക്കെതിരെ വനപാലകർ നൽകിയിട്ടുള്ളത്. അത് പ്രധാനമായും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം MLA തടസ്സപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് കേസ് നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകൾ MLA ചോദ്യം ചെയ്യാനുള്ള സാധ്യത, മൊഴിയെടുക്കാൻ സാധ്യതയുള്ള. പക്ഷേ അതേസമയം MLAയുടെ ഒപ്പം തന്നെ നാട്ടുകാരും ക്രൈസ്തവ സഭകളും ഒക്കെ ഇപ്പോൾ വലിയ പിന്തുണ അൽപ്പിച്ച് പാർട്ടിയും കൂടെ നിൽപ്പുണ്ട്. അത് കാരണം മലയോര മേഖലയാണ്. ഈ മലയോര മേഖല കർഷകർ വന്യജീവികളുടെ വലിയൊരു ഭീഷണികളുള്ള കൃഷികൾ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയുണ്ട്. അത്തരത്തിൽ പൊറുതി പൊട്ടിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കാട്ടാന സ്ഥലത്തിറങ്ങുകയും വൈദ്യുതിയുടെ ഷോക്കേറ്റ് മരിക്കുകയും ചെയ്തത്. എന്തായാലും അത് കർഷകരുടെ മണ്ടേ കെട്ടിവെച്ച് ആളുകളെ പീഡിപ്പിക്കുന്ന സമീപനമാണ് ഈ വനം വകുപ്പിനുള്ളത് എന്നുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പിന്തുണ MLAക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ വനം വകുപ്പ് ഈ കേസ് നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ MLAയുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. അത്തരം നടപടിയിലേക്ക് പോലീസ് കടക്കാനും സാധ്യതയുണ്ട്. പക്ഷേ വലിയൊരു ഈ വനം വകുപ്പും സർക്കാരും തമ്മിൽ ഒരു ചേരിതിരിഞ്ഞൊരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന്
അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉണ്ടാകാനും സാധ്യതയുണ്ട്. MLA നിലപാടിനോടൊപ്പം തന്നെയാണ് നാട്ടുകാരും പാർട്ടിയും ഒപ്പം നിൽക്കുന്നത്. ആ മറുവശത്ത് വനം വകുപ്പ് നിൽക്കുന്നത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ച് പോലീസിന്റെ കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് കൂട്ടത്തിൽ തന്നെ ഇന്നലെ ഈ കാട്ടാന ചരിഞ്ഞ പശ്ചാത്തലത്തിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ 11 പേരെയാണ് പല ഘട്ടങ്ങളിലായിട്ട് ഈ ചോദ്യം ചെയ്യലിനായി വിളിച്ചുകൊണ്ട് പോയത്. ഇതെല്ലാം അനധികൃതമായിട്ടുള്ള കാര്യമാണെന്ന് കാട്ടിക്കൊണ്ട് ഈ 11 പേരും ഈ വനപാലകർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കൻ മലയാളികളുടെ കൂട്ടായ്മയായ ഫൊക്കാനയുടെ കൽഹാരി കൺവെൻഷന്റെ കിക്ക് ഓഫും ലോഗോ പ്രകാശനവും നടന്നു. പാറ്റേഴ്സൺ ജോർജ് സിറോ മലബാർ ചർച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. 100 സംഘടനകളുടെ ആഘോഷവും മാതൃദിന പരിപാടികളും ഇതോടൊപ്പം നടത്തി. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും റോക്ക് ലാൻഡ് മൈനോറിറ്റി ലീഡർ ആനി പോളും മുഖ്യ അതിഥികളായിരുന്നു. ഫാദർ സിമ്മി തോമസ് ആമുഖ പ്രസംഗവും പ്രാർത്ഥനയും നടത്തി. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു. ഫൊക്കാനയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. ഈ ഒരു കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ഫൊക്കാന വളരെ ദൂരം മുന്നോട്ട് പോയി. നാം ഇന്നിവിടെ ആഘോഷിക്കുന്ന ഫൊക്കാന കൺവെൻഷൻ കിക്ക് ഓഫ്, മദേഴ്സ് ഡേ സെലിബ്രേഷൻ, അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംഘടനയ്ക്ക് 100-ലധികം മെമ്പേഴ്സുമായി നാം ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക്. ആരൊക്കെയാണ് ഇന്ന് സ്പെഷ്യൽ ഡേ നമുക്കൊപ്പം ആഘോഷിക്കുന്നത് എന്ന് നോക്കാം. ഇടുക്കി പശുപ്പാറയിലെ ടിജോയുടെ പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് സഹോദരൻ ടിനു ആണ്. ടിനു ഞങ്ങളുടെ അഡ്മിൻ, ന്യൂസ് 18 കേരളത്തിലെ അഡ്മിൻ വിഭാഗത്തിലെ അംഗം കൂടിയാണ്. അപ്പോൾ ടിജോയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി വിവേകിന്റെ പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് സുഹൃത്തുക്കളാണ്. രാജ്യം കാക്കുന്ന ഒരു സൈനികൻ കൂടിയാണ് വിവേക്. അപ്പോൾ വിവേകിന് ന്യൂസ് 18 കുടുംബത്തിന്റെ ജന്മദിനാശംസകൾ. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകൾ കാണാം. പോലീസ് പെട്രോൾ.